ഇന്നത്തെ എപ്പിസോഡിൽ അനുമോളെ പ്രപ്പോസ് ചെയ്യുന്ന അനീഷിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഗാർഡൻ ഏരിയയിൽ ഊഞ്ഞാലിലിരിക്കുന്ന സമയത്താണ് പ്രപ്പോസ് ചെയ്യുന്നത്. അനുമോളോട് കല്യാണം കഴിച്ചാലോ എന്നുള്ള രീതിയിൽ അനീഷ് ചോദിച്ചപ്പോൾ തന്നെ അനുമോള് പറയുന്നുണ്ട് ഇതൊരു പ്രാങ്ക് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ശേഷം അനുമോളുടെ കരിയറിന്റെ കാര്യവും അതുപോലെ തന്നെ ഹൗസ് ലോണിന്റെ അടയ്ക്കാനുള്ള കാര്യങ്ങളും ഏകദേശം 2 വർഷത്തിനുള്ളിൽ കല്യാണം നടക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കേട്ടേം പാടിനെ അനീഷ് പിന്നെ അവിടെ മോന്തയും കറുപ്പിച്ച് എഴുന്നേറ്റ് പോകുന്നതാണ് പിന്നെ കാണാൻ പറ്റിയത്. അനുമോളുടേതായ പ്രാരാബ്ദങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനകത്ത് നിന്ന് നൈസായിട്ട് ഒഴിവാകുന്ന രീതിയിലാണ് പറഞ്ഞത്. അത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അനീഷിന് ഇഷ്ടപ്പെട്ടില്ല. അനീഷ് അപ്പം തന്നെ എഴുന്നേറ്റ് അവിടെ നിന്ന് പോയി. പിന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അനുമോളോട് മിണ്ടുന്നില്ല, ആരോടും ഒരു മിണ്ടാട്ടോ ഇല്ലാത്ത രീതിയിൽ മുഖവും കയറ്റി പിടിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയിലായിരുന്നു പിന്നെ അങ്ങോട്ട് അനീഷിനെ കാണാൻ പറ്റിയത്. ഈ അവസാന സമയമായപ്പോൾ ലവ് ട്രാക്ക് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. എന്തൊക്കെയായാലും അനുമോൾ ഈ ഒരു കാര്യം അപ്പം തന്നെ ആദിലയോട് ചെന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഒരാൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മുഖം വീർപ്പിച്ച് പോകേണ്ട ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ മോന്തയും വീർപ്പിച്ച് ഒരാളോട് മിണ്ടില്ലാത്ത രീതിയിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോൾ ഇത്രയും നാളാണെങ്കിലും കളിക്കുന്നതും പറക്കുന്നതും ഒക്കെ കാണുമ്പോഴും തമാശ പോലെ എന്നുള്ള രീതിയിൽ വിട്ടുകളഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അനീഷ്. ആ ആള് പെട്ടെന്ന് എന്താ ഇങ്ങനെയായേ എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്.